ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടിയുടെ ഒരു ഡ്രൈനെസ് മാറാനും ഫ്രിസി ആയിട്ട് ഒട്ടും ഒതുങ്ങി നിൽക്കാത്ത മുടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ചുരുണ്ട മുടിയൊക്കെ ഒന്ന് സോഫ്റ്റായി കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഇത് സ്പ്ലിറ്റൻസ് മാറാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലർക്ക് മുടി വെട്ടിക്കഴിഞ്ഞാലും സ്പ്ലിറ്റൻസ് ഒക്കെ അധികമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പുതിയ മുടി ഉണ്ടായി വരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ. ഇപ്പം മൊട്ടാണ് എൻ്റെ അടുത്ത് കുറച്ചുള്ളത്, അതുകൊണ്ട് ആ ഒരു മൊട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൂ എടുത്താലും കുഴപ്പമില്ല, മൊട്ട എടുത്താലും കുഴപ്പമില്ല. നല്ല ചുവന്ന കളറിലുള്ള ചെമ്പരത്തി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ മുടിക്ക് ഒരു നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി സ്മൂത്ത് ആയിട്ട് വരാനും ഒക്കെ സഹായിക്കുന്നതാണ്. പുതിയ മുടി ഉണ്ടാവാനും ഏറ്റവും നല്ലതാണ് ചെമ്പരത്തി. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ മുടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് വെക്കാൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കാനും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒരു നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണറും കൂടെയാണ് തേങ്ങാപ്പാൽ. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ചെറിയ രീതിയിലുള്ള ഇങ്ങനെ ഇൻഫെക്ഷൻസ് അതൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് തേങ്ങയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ പൊടിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം കളയാതെ മാറ്റി വയ്ക്കുക. അതാണ് ഈ ഒരു ഹെയർ പാക്കിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും അത് തന്നെയാണ്. നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ തേങ്ങവെള്ളം ഒരുപാട് നല്ലതാണ്, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ആ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയിൽ അങ്ങനെ നിൽക്കില്ല, പെട്ടെന്ന് ഒഴുകിപ്പോകും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. ഇപ്പം ഞാനിവിടെ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. തുണി വെച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു വെള്ള തുണിയൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ ഒരു ഹെയർ പാക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ അധികമായിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ മുടി ഉണ്ടാകുന്നില്ല, മുടിക്ക് ഒട്ടും കട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3-4 ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുടി ഒന്ന് ഒതുങ്ങിയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഏതൊരു ഹെയർ പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഹെയർ ഓയിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ സാധാരണയായിട്ട് നമ്മുടെ തന്നെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്.
ഈ ഒരു ഹെയർ ഓയിൽ മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി ഉണ്ടാവാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും നല്ല കറുപ്പ് കളർ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. ഒരുപാട് പേര് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, എന്ത് ചെയ്തിട്ടും മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഹെയർ ഓയിലൊന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മുടെ മുടിയിലേക്ക് വല്ലാണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല, സ്കാൽപ്പിൽ മാത്രം കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുക്കും. എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയും. പിന്നെ ഇത് കഴുകി കളയാൻ നിങ്ങൾ ഷാമ്പൂ ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത്. വെറും വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം കഴുകിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത്. മുടി കൊഴിച്ചിലുള്ളവരും മുടി വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും അറിയിക്കണം. നിങ്ങൾക്ക് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്